ഞാൻ വലിയൊരു ലാലേട്ടൻ ഫാനാണ്. ആ സമയത്തൊക്കെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കും, കാരണം ഒരാൾ മാത്രം നിൽക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. അതുപോലെ ലാലേട്ടനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ബൗൺസർ വർക്കിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം ഫസ്റ്റ് ടൈം എന്നെ കാണുമ്പോൾ, ബൗൺസർ വേഷത്തിൽ എന്നെ കാണുമ്പോൾ ആദ്യം ചോദിച്ചത് ഇയാൾ ക്യാമറ എന്ത് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത്രമാത്രം അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ബൗൺസർ ജോബിലെ ലേഡീസ് വളരെ കുറച്ച് പേരേ ഉള്ളൂ, എന്നാൽ ഇല്ലെന്നല്ല, ഉണ്ട്. അതായത് നമ്മുടെ മുമ്പിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മളത് പതറാതെ ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ നോക്കുക. ലാലേട്ടൻ വന്നൊരു ഇവൻ്റായിരുന്നു. ആ ഇവൻറ്റിൽ വെച്ചിട്ട് ഒരു ബൗൺസർ എന്നെ പിടിച്ച് തള്ളുകയുണ്ടായിരുന്നു. പേഴ്സണലി കാണുമ്പോൾ സംസാരിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല നമ്മൾ ബൗൺസർ ജോലിക്ക് നിൽക്കുമ്പോഴുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്. എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. ആ സമയത്ത് ആരും നമ്മളോട് വേറെ രീതിയിൽ സംസാരിക്കില്ല. ഫോട്ടോഗ്രാഫിയിൽ താല്പര്യം പറഞ്ഞപ്പോഴും അത് പെൺപിള്ളേർക്ക് പറ്റിയ ജോലിയല്ല എന്ന് പറഞ്ഞു. കാരണം നമ്മൾക്കൊരു 10 രൂപ ഒരാളോട് വാങ്ങുന്ന കൈ നീട്ടുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ലാലേട്ടൻ ഫാനാണ്, ഞാൻ ഭയങ്കര ഫാനാണ്. അതുപോലെ തന്നെ നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നേരിട്ട് കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുഴപ്പം പിടിച്ച ജോലിയാണെങ്കിലും അത് ചെയ്യാമെന്നുള്ളൊരു മൈൻഡായിരുന്നു. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എന്താ പറയുക, ആരെയും കൈ നീട്ടാതെ നല്ല രീതിയിലുള്ളൊരു ജോബ്, അത്രയും ഞാൻ ഉദ്ദേശിച്ചു. ഇപ്പോൾ ഒരു ഒഴുക്കുള്ള വെള്ളത്തിൽ നമ്മൾ വീഴുവാണെങ്കിൽ നമുക്ക് നീന്തൽ അറിയില്ലെങ്കിലും മാക്സിമം നമ്മൾ ചാവാതിരിക്കാൻ പറ്റില്ല. അതേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞു. എമ്പുരാൻ റിലീസ് ചെയ്ത സമയത്ത് മോഹൻലാലിന് സുരക്ഷ ഒരുക്കിയ ലേഡി ബൗൺസർ എന്ന് പറഞ്ഞിട്ടാണ് താങ്കളെ അധികവും ആൾക്കാർ ഒരു വീഡിയോയിലൂടെ കണ്ടത്. അതിനു മുൻപും താങ്കൾ ഒരുപാട് കാലം ഈ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എങ്ങനെയായിരുന്നു മോഹൻലാലിനോടൊപ്പമുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു ഫസ്റ്റ് വർക്ക് ചെയ്തത്. കാരണം ഞാൻ വലിയൊരു ലാലേട്ടൻ ഫാനാണ്. പിന്നെ ഒരു 3 വർഷമായിട്ട് ബൗൺസർ ഫീൽഡിലുണ്ട്. അപ്പോൾ ആദ്യം പബ്ബുകളിലായിരുന്നു വർക്ക് ചെയ്തത്, പിന്നെ ഫിലിം പ്രൊമോഷൻസ് ചെയ്യാൻ തുടങ്ങി. അത് കൂടാണ്ട് KK പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയിൽ കൂടുതൽ അവർ ആഡുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് ഷൂട്ടിന് ഒത്തിരി സെലിബ്രിറ്റീസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ആഡ് ഷൂട്ടുകളിൽ ലാലേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ട് കൂടുതലും സാധിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അതും ആഡ് ഷൂട്ടുകളായിരുന്നു കൂടുതലും. പിന്നെ അതിനു മുമ്പ് ഞാൻ ഫോട്ടോഗ്രാഫിയിൽ നിന്ന സമയത്തും പ്രൊമോഷൻ വർക്കുകൾ ചെയ്യുമ്പോൾ ലാലേട്ടൻ്റെ ഒത്തിരി പടങ്ങളുടെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? താങ്കളെ പോലുള്ള ആളുകളൊക്കെ വളരെ ചുരുക്കമായിട്ട് സ്ത്രീകൾ വരുന്നൊരു മേഖലയാണല്ലോ. അതായത് ഞാൻ ആദ്യം ചെയ്തിരുന്നത് ഫോട്ടോഗ്രാഫി ചെയ്തിരുന്ന സമയത്തും ഒത്തിരി ജെൻസിൻ്റെ ഒപ്പം നിന്നാണ് നമ്മൾ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് പ്രൊമോഷന്. ആ സമയത്തൊക്കെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കും, കാരണം ഒരാൾ മാത്രം നിൽക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. അതുപോലെ ലാലേട്ടനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒത്തിരി നല്ല കമൻസ് പറഞ്ഞിട്ടുണ്ട്. ലൈഫിൽ അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നി. അതിനുശേഷം ബൗൺസർ വർക്കിലേക്ക് വന്നപ്പോൾ നേരത്തെ കണ്ട ഒരു ഫോട്ടോഗ്രാഫിയിലുള്ള ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് അറിയാമല്ലോ ഞാൻ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ബൗൺസർ വർക്കിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം ഫസ്റ്റ് ടൈം എന്നെ കാണുമ്പോൾ, ബൗൺസർ വേഷത്തിൽ എന്നെ കാണുമ്പോൾ ആദ്യം ചോദിച്ചത് ഇയാൾ ക്യാമറ എന്ത് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത്രമാത്രം അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. കാരണം എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കും, കാരണം ഒത്തിരി ആൺപിള്ളേരുടെ കൂടെ ഒരു ലേഡി നിന്ന് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കുന്ന പോലെ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ബൗൺസർ വർക്കിന് വന്നപ്പോൾ കുറച്ചുകൂടി കൂടുതൽ അടുത്ത് സംസാരിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. വളരെ നമ്മളെ കംഫർട്ടാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ബൗൺസറായിട്ട് നിൽക്കുമ്പോഴും നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വരാതെ അദ്ദേഹം നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും സഹകരിച്ച് നിന്നുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര പ്ലഷറായിട്ട് ഫീൽ ചെയ്യുന്നു. മോഹൻലാലിൻ്റെ മാത്രമല്ല, വളരെ ഒരുപാട് താരങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് അവരൊക്കെ? അങ്ങനെ എടുത്തു പറയത്തക്ക ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളുടെ ഒപ്പം നമുക്ക് പ്രൊമോഷൻ വരുന്ന ഇപ്പോൾ ആര് വന്നാലും നമ്മൾ ബൗൺസേഴ്സിൻ്റെ ഒപ്പം ലേഡി ബൗൺസേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം ആഡ് ഷൂട്ടുകളിൽ ഇന്ന ആളെന്നില്ല, സൂര്യ സാറ് വന്ന സമയത്തും എല്ലാവരും വരുമ്പോൾ നമ്മൾ ബൗൺസേഴ്സായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വിരലുണ്ടാവുന്ന ആൾക്കാരല്ല, നമുക്ക് ഒത്തിരി പേരുടെ പേര് പറയേണ്ടി വരും.
ഈ ബൗൺസിങ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വലിയ കടാകടയന്മാരായ ആണുങ്ങൾ അവരാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ അവരെയാണ് കണ്ടിട്ടുള്ളത്. സ്ത്രീകളെ അങ്ങനെ അധികം മുന്നിലേക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാ ഇത്രയും പുരുഷ മേധാവിത്വമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു പെണ്ണ് ധൈര്യത്തോടെ കടന്നു വന്നതും ആ ഒരു ജോലിയിലേക്ക് എത്തപ്പെട്ടതും ഒക്കെ എങ്ങനെയായിരുന്നു? ബൗൺസർ ജോബിൽ ലേഡീസ് വളരെ കുറച്ച് പേരേ ഉള്ളൂ. എന്നാൽ ഇല്ലെന്നല്ല, ഉണ്ട്. അത് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഇതിൽ നമ്മൾ ജെൻസ് മാത്രമല്ലല്ലോ. ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ മുമ്പിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പകച്ചു പോവോ, അത് ധൈര്യത്തോടു കൂടി ചെയ്യുമോ? ധൈര്യത്തോടെ നേരിടണം, ചെയ്യും. അപ്പോൾ പിന്നെ നിങ്ങൾക്കും ബൗൺസർ ജോബ് ചെയ്തൂടെ? അതായത് നമ്മുടെ മുമ്പിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മളത് പതറാതെ ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു മെൻ്റൽ പവർ ഉണ്ടാവുക. അതുപോലെ തന്നെ ഫിസിക്കലിയും ഫിറ്റായിരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന ബൗൺസർ ജോബ് ചെയ്യാൻ സാധിക്കും. അത് നമ്മളുടെ ധൈര്യമാണ്. ആദ്യം നമ്മളെ സംരക്ഷിക്കാനുള്ളൊരു പവർ നമുക്കുണ്ടാവണം. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബൗൺസർ ജോബ് ചെയ്യാൻ പറ്റും. എന്താണ് ശരിക്കും ഒരു ബൗൺസർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ? അത് ഡിപ്പെൻസ് ആണ്. അത് പബ്ബുകളിലാണെങ്കിൽ കുറേ അധികം നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ വരുന്ന ഇഷ്യൂസ്, പല തരത്തിലുള്ള ഇഷ്യൂസ്, ബാർ ആണല്ലോ, പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ മാക്സിമം വലിയ പ്രശ്നങ്ങളില്ലാതെ ഹാൻഡിൽ ചെയ്യാൻ നോക്കും. ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിൽക്കാതെ വന്ന സംഭവങ്ങളുമുണ്ട്. എന്നാലും മാക്സിമം കൂടുതൽ ഇഷ്യൂസിലേക്ക് പോവാതെ നമ്മൾ ആ കാര്യങ്ങൾ സോൾവ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ. പിന്നെ ഇഷ്ടംപോലെ മെയിൽ ബൗൺസേഴ്സ് ഉണ്ട്. നമ്മളെല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. ഇവന്റുകളും ഏതൊക്കെ ഇവന്റുകളും അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് അല്ല, സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ വെഡ്ഡിങ് വരുന്ന സമയത്ത് നമ്മൾ ബൗൺസേഴ്സായിട്ട് പോകാറുണ്ട്. ഒത്തിരി ക്രൗഡ് വരുന്നതാണ്. നോർമൽ ക്രൗഡ് കൂടാതെ സെലിബ്രിറ്റി ക്രൗഡും വരുന്നതാണ്. അപ്പം നമ്മളത് നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ബൗൺസർ ജോലിയിലേക്ക് വരാനുണ്ടായ ഒരു ഇൻസിഡൻറ്റ് എന്തായിരിക്കും? അത് ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, ഇതുപോലെ തന്നെ ഫിലിം പ്രമോഷന് പോയ സമയത്ത് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ലാലേട്ടൻ വന്നൊരു ഇവൻ്റ് ആയിരുന്നു. ആ ഇവൻറ്റിൽ വെച്ചിട്ട് ഒരു ബൗൺസർ എന്നെ പിടിച്ച് തള്ളുകയുണ്ടായി. തള്ളി എനിക്ക് ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ ഒരു കാര്യമാണ്. പിന്നീട് ഈ പറയുന്ന വ്യക്തികളുമായിട്ട് ചെറിയൊരു കശവിശ ഉണ്ടായി. എന്നായിരുന്നാലും അതിനുശേഷം ഇവരുമായിട്ട് നല്ല കമ്പനിയായി. അപ്പം എനിക്ക് കൊറോണ വന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് എനിക്കും സംഭവിച്ചു. അങ്ങനെ വന്നപ്പോൾ ബൗൺസർ ജോബ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് നേരത്തെ മുതൽ ഞാൻ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ആ കൊറോണ കഴിഞ്ഞ സമയത്താണ് ഇവരെന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത്, ബൗൺസർ ജോബിന് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് ആ സമയത്ത് നമ്മളെല്ലാവരും പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജോയിൻ ചെയ്യുക ചെയ്ത്. ആദ്യം കാക്കനാടുള്ളൊരു നോവോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു, പബ്ബിൽ. അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ എറണാകുളത്തുള്ള ഒട്ടുമിക്ക പബ്ബുകളിലും ബൗൺസറായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇവൻറ്റുകൾക്ക്, അല്ലാതെ സെലിബ്രിറ്റീസ് വരുന്ന ഫങ്ഷനുകൾ, പിന്നെ ചില ബിസിനസ് വുമൺ അവരുടെ കൂടെ ട്രാവൽ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട്. കാരണം അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ ചില ഇഷ്യൂസൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്തിട്ട് അവരുടെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യും. ഇത്തരത്തിലുള്ളൊരു ജോലി ചെയ്യുമ്പോൾ നേരിട്ടേണ്ടി വന്നിട്ടുള്ള ചലഞ്ചുകൾ എന്തൊക്കെയാണ്? ഈ ക്രൗഡ് തന്നെയാണ്. കാരണം ലേഡീസ് ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ ജെൻസും എല്ലാവരും കൂടി വരുന്നൊരു ക്രൗഡായിരിക്കും. ആ ഒരു വലിയ ക്രൗഡിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് ബൗൺസേഴ്സ് ഉണ്ടാവുള്ളൂ. ആ ഒരു ഇത് മാത്രമേ എനിക്ക് ഇത്രയും വർഷത്തിനിടയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളൂ. ചലഞ്ചായിട്ട് വന്നത് അത്രേ ഉള്ളൂ. കാരണം ഒത്തിരി ക്രൗഡ് വരുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ 50 പേര് 30 പേരൊക്കെ ഉണ്ടാവുള്ളൂ ബൗൺസേഴ്സ്. അപ്പം അത് മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അതൊക്കെ നേരിട്ടിട്ടുണ്ടോ? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഓപ്പണായിട്ട് പറയാമല്ലോ. കാരണം നമ്മൾ വർക്കിന് നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ മെയിൽ ബൗൺസേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അവരുടെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനേ നോക്കുള്ളൂ. ഒരിക്കലും മാറി നിൽക്കാൻ നമ്മളെ മാറ്റി നിർത്തിയിട്ടുമില്ല, നമ്മൾ മാറി നിന്നിട്ടുമില്ല. അവരെന്ത് ചെയ്യുന്നോ അതുപോലെ തന്നെ ചെയ്യാൻ നമ്മളും നോക്കുന്നുണ്ട്. അപ്പം ഈക്വലായിട്ട് നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റി നിർത്തലോ അല്ലാതെ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ പേഴ്സണലി കാണുമ്പോൾ സംസാരിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല നമ്മൾ ബൗൺസർ ജോലിക്ക് നിൽക്കുമ്പോഴുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്.
എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. ആ സമയത്ത് ആരും നമ്മളോട് വേറെ രീതിയിൽ സംസാരിക്കില്ല. ഇപ്പം എത്ര വർഷമായി അനു ഈ ഫീൽഡിൽ വന്നിട്ട്? ഞാൻ ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ളൊരു ജോലിയാണ്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടം കൂടെ പറ്റിയേക്കാം. അപ്പം അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യും? അത്തരം ഒരു മാനസികാവസ്ഥയൊക്കെ ആയിട്ടായിരിക്കുമോ ജോലിക്ക് പോകുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് റിസ്ക് എടുത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് എന്ത് ജോലിയാണെങ്കിലും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഇഷ്യൂസ് നമുക്കറിയാം. അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ചും ധാരണയുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്കതിൽ ഒരു പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പേടികളൊന്നുമില്ല. എന്ത് വന്നാലും മുമ്പോട്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ 2 മൂവി ചെയ്തു. അതിൽ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് അതൊരു ബബ്ലി ബൗൺസർ ആയിട്ട് അതിനകത്ത് ഒരു മൂവി അത് റിലീസായിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വണ്ണം കൂട്ടി ഇപ്പോൾ വർക്കൗട്ട് 2ാമത് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. നിങ്ങളുടെ ഇടയിലേക്ക് ഒരുപാട് സ്ത്രീകൾ കടന്നു വരുമ്പോൾ സാധാരണഗതിയിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കും പല സ്ത്രീകളും വന്നിട്ട് തിരിച്ചു പോകുന്നത്. ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിലും ആരും അങ്ങനെ നിന്ന് പോകുന്നത് കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? അത് കൂടുതലും നമ്മുടെ സമയത്തിൻ്റെ ഒരു ഇതുണ്ട്. ഒന്ന്, പിന്നെ പലരും അവരുടേതായ പല ഫാമിലി ഇഷ്യൂസ് കൊണ്ടും അവർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുമാണ് അവർ ഇത്രയും ബുദ്ധിമുട്ടുള്ള ജോബിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും നല്ല ബുദ്ധിമുട്ടുള്ള ജോബാണ്. ഇപ്പോൾ പബ്ബിലാണെങ്കിൽ തന്നെ ഒരു 11 മണി ബിവറേജ് ക്ലോസ് ചെയ്യുന്ന ടൈം, 11 മണിയാകുമ്പോൾ എല്ലാ പബ്ബും ക്ലോസ് ആവും. ഇത് കഴിഞ്ഞ് ഇവരെല്ലാവരും പോകുന്നൊരു ടൈം ഉണ്ടല്ലോ. അപ്പം നമ്മൾ പിന്നെയും സമയം വൈകും. ഇത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ വീട് വരെ എത്തണ്ടേ. അപ്പം ഒറ്റയ്ക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ടുള്ള സ്ത്രീകളാണ് പലരും ഈ പറയുന്ന പോലെ വരാനായിട്ട് പറ്റാതിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ പല ഇവൻറ്റുകളാണെങ്കിലും ഇപ്പോൾ എറണാകുളത്ത് തന്നെ ആവണമെന്നില്ല, പല സ്ഥലത്ത്. അപ്പോൾ ട്രാവലിങ്ങിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള എല്ലാത്തിനും ഓക്കെ ആയിട്ടുള്ള ലേഡീസ് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം പുരുഷന്മാരുടെ ഒപ്പം അവരുടെ കൂടെ ജോലി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ ഈ ഫീൽഡിലും എങ്ങനെയാണ്? അവരോടൊപ്പം തന്നെ റെമ്യൂണറേഷൻ കിട്ടാറുണ്ടോ? ഈക്വലാണ്. അതിൽ ഒന്നും ഇതുവരെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഈക്വൽ പേയ്മെൻ്റ് ആണ് കിട്ടുന്നത്. കാരണം അവരിടുന്ന എഫേർട്ട് തന്നെ നമ്മൾ ഇടുന്നുണ്ട്. അവർ മെയിൽ ബൗൺസേഴ്സ് കൂടുതലും മെയിലിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ലേഡീസിനെ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഒരു ക്രൗഡ് വന്നു കഴിയുമ്പോൾ മെയില് ഫീമെയിലിൽ നിന്നൊന്നും ഇല്ല. അപ്പോൾ അവരിടുന്ന അതേ എഫേർട്ട് തന്നെ നമ്മൾ മാക്സിമം ഇടാൻ നോക്കുന്നുണ്ട്. നമുക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനമൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടാറുണ്ട്? വളരെ കുറവാണ്. കാരണം ഫീമെയിൽ ബൗൺസേഴ്സിന് റിക്വയർമെൻറ്റ് വളരെ കുറവാണ്. റിക്വയർമെൻറ്റ് കൂടുന്നതിനനുസരിച്ചല്ലേ നമുക്ക് വർക്ക് കൂടുതൽ വരുള്ളൂ. അപ്പോൾ റിക്വയർമെൻറ്റിൻ്റെ കുറവ് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് സംഘടനകളൊക്കെ ഉണ്ടാവും? ഇല്ല, അങ്ങനെ സംഘടനകൾ ഇതുവരെ ഇല്ല. ഞങ്ങൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഫിലിമിൻ്റെ റിലേറ്റഡ് ആയിട്ട് IBF എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. അതിപ്പോൾ വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളുടെ പരിചയമുള്ള ആൾക്കാരാണ് അതിൽ പ്രവർത്തിക്കുന്നത്. പക്ഷെ സംഘടന വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. ഈ ബൗൺസിങ് ജോലിയിലേക്ക് വരുന്നതിന് മുമ്പ് അനു ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. എങ്ങനെയായിരുന്നു ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു തൊഴിലിലേക്ക് എത്തപ്പെട്ടത്? അതൊരു പാഷനായിട്ട് വന്നതാണ്. കാരണം അച്ഛൻ ഫോട്ടോഗ്രാഫറാണ്, ഇപ്പോൾ ബ്രദറും ഫോട്ടോഗ്രാഫറാണ്. എനിക്കൊരു അനിയത്തി ഇവിടെ ഉണ്ട്, അവൾ ടീച്ചറാണ് രാജേരി സ്കൂളിൽ. അപ്പം ഞാൻ ചെറുപ്പം പോലെ എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടത്തിലൊക്കെ പെൺകുട്ടികളെ കുറിച്ച് ഒരു കൺസെപ്റ്റ് വേറെയാണല്ലോ പാരൻസിന്. കുട്ടികൾ കുറച്ച് പഠിച്ചാൽ മതി, അധികം പഠിക്കണ്ട, വേറെ വീട്ടിൽ കെട്ടിച്ചു വിടാനുള്ള അങ്ങനെയൊക്കെയുള്ളൊരു കൺസെപ്റ്റായിരുന്നു എൻ്റെ ഫാമിലി. ഫോട്ടോഗ്രാഫിയിൽ താല്പര്യം പറഞ്ഞപ്പോഴും അത് പെൺപിള്ളേർക്ക് പറ്റിയ ജോലിയല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വലുതായി, വിവാഹം കഴിഞ്ഞു, പല ജോലികളും ചെയ്തു. പക്ഷെ നമുക്കങ്ങ് തൃപ്തിയാവുന്നുണ്ടായിരുന്നില്ല. കാരണം മറ്റൊരാളുടെ കീഴിൽ നിന്ന് ഒരു പരിധി വരെയൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ മാക്സിമം ഞാൻ അവിടെ നിൽക്കില്ല. നമ്മൾ മറ്റുള്ളവരോട് റഫായിട്ട് സംസാരിക്കാനും ഇല്ലെങ്കിൽ അവരോട് കയർത്ത് സംസാരിച്ച് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നതിലും നല്ലത് നമുക്ക് താല്പര്യമില്ലാത്ത സ്ഥലമാണെങ്കിൽ അവിടെ നിൽക്കാതിരിക്കുക. നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പുറത്ത്.
അപ്പം ഞാൻ വേറെ മറ്റു ജോലികളും നോക്കി. ഒന്നിലും എനിക്കങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവസാനം എനിക്ക് തോന്നി ഫോട്ടോഗ്രാഫി തന്നെ. അത് ഒരു 13 വർഷമായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇതിൻ്റെ കൂടെയും ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ വളരെ കുറവാണ്. കാരണം കൊറോണ വന്ന സമയത്ത് കുറച്ചധികം ഫാമിലി ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ എനിക്ക് ക്യാമറ കൊടുക്കേണ്ടി വന്നു. അതിന് ശേഷമാണ് ഞാൻ ശരിക്കും ഡൗൺ ആയത്. ക്യാമറ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവം പോയൊരവസ്ഥയായിരുന്നു എനിക്ക്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ ഇപ്പോൾ റെൻറ്റിനടുത്തൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ വന്നപ്പോൾ എൻ്റെ വർക്കുകളൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ ഫാദറിന് താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നിട്ടും ഇതിലേക്ക് ഇറങ്ങിയതാണെന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇഷ്ടമല്ലാതെ ഇറങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്നുള്ളൊരു പ്രതികരണമൊക്കെ? വീട്ടിൽ നിന്ന് എപ്പോഴും ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നു, പ്രശ്നമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ എന്നുള്ള രീതിയിൽ ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അത് ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ അതെനിക്ക് കംഫർട്ടായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ പിന്നെ നമ്മൾ മറ്റുള്ളവർ പറയുന്ന കേൾക്കണോ അതോ നമ്മൾക്ക് ഉള്ളിൽ തോന്നുന്ന കാര്യം ചെയ്യണോ? ഞാനത് തന്നെ കണ്ടിന്യൂ ചെയ്തു. അതെനിക്ക് വളരെ കംഫർട്ടായിട്ട് പോയി. അതുകൊണ്ടാണ് 13 വർഷത്തോളം ഞാൻ ആ ഫീൽഡിൽ നിന്നത്. പിന്നെ ക്യാമറ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് സ്ട്രഗിൾ വന്നു. അതിപ്പോൾ ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ നിന്നല്ല, ബൗൺസറിൻ്റെ ജോബിന് നിൽക്കുമ്പോഴും ഫാമിലിയിൽ നിന്ന് ഭയങ്കര ഇഷ്യൂസാണ്. കാരണം ഈ രാത്രി ഇല്ലാണ്ട് എവിടെ നടക്കുവാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി അങ്ങനെയാണ്. ഈ 12 മണിക്ക് 1 മണിക്കൊക്കെ വീട്ടിൽ വന്ന് കയറുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ജോലിക്ക് പോയതാണ്. കാരണം നമ്മൾക്കൊരു 10 രൂപ ഒരാളോട് വാങ്ങുന്ന കൈ നീട്ടുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന പൈസ, അത് എത്ര റിസ്ക് അല്ലെങ്കിൽ എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും ആ ഒരു പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കതല്ലേ ഏറ്റവും നല്ലത്. ഇപ്പം ഫോട്ടോഗ്രാഫറുടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തായാലും ആ ഒരു 12 വർഷം, ഒരു 13 വർഷം മുമ്പാണെങ്കിലും സ്ത്രീകൾ അതിലേക്ക് ഇറങ്ങി വരുന്നൊരു സമയമായിരുന്നു അത്. ആ കാലയളവിൽ ഇങ്ങനെ ക്യാമറയൊക്കെ തൂക്കി ഓരോ ഫംഗ്ഷനൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാരുടെ ഒരു ഇതൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യം കൗതുകമായിട്ട് നോക്കി നിന്നിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. പിന്നെ ഒത്തിരി പേര് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു പേടിയുണ്ട്, ദൈവം ഇത് കിട്ടുമോ. ആദ്യമൊക്കെ പല പ്രാവശ്യവും ഇവർ വന്നിട്ട് എടുത്തു കഴിയുമ്പോൾ വന്ന് നോക്കും, ചേച്ചി വല്ലതും കിട്ടിയിട്ടുണ്ടോ, ഞാൻ പിന്നെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ നമുക്കൊരു ആദ്യമൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക, ഇവർക്ക് എന്താ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? പിന്നെ നമുക്ക് തന്നെ മനസ്സിലാവും ഇവർ ഫോട്ടോ കണ്ടു കഴിയുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ മാറും. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ട്, കാരണം കുറച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ തന്നെ പിന്നെ വർക്കിന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളും കംഫർട്ടാണ് അവരുടെ കൂടെ. അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതായിരുന്നു അത്. പിന്നീട് സിനിമ പ്രൊമോഷൻ പരിപാടികൾക്കൊക്കെ ഒരുപാട് പോയിട്ടുണ്ടല്ലോ. ഫോട്ടോഗ്രാഫർ ആയതിനു ശേഷമാണ് സിനിമ പ്രൊമോഷൻ്റെ പരിപാടികൾക്കൊക്കെ പോകുന്നത്. ആ ജോലി എങ്ങനെയായിരുന്നു? അത് സത്യം പറഞ്ഞാൽ വെഡ്ഡിങ് വർക്കാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ പ്രൊമോഷൻ്റെ നമ്മുടെ സുഹൃത്ത് വഴി അവൻ എപ്പോഴും ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോ ഇടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ലാലേട്ടൻ ഫാനാണ്, ഞാൻ ഭയങ്കര ഫാനാണ്. അതുപോലെ തന്നെ നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴുള്ള സാധാരണക്കാർക്ക് നേരിട്ട് കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയാൽ പോലും കാണൽ നടക്കില്ല. അപ്പം ഞാൻ പിന്നെ ആലോചിച്ചു എന്തുകൊണ്ട് ഫിലിം പ്രൊമോഷനിലേക്ക് തിരിഞ്ഞുകൂടാ. അങ്ങനെ അവനോട് ചോദിച്ച് അവൻ്റെ കെയർ ഓഫിൽ ആദ്യത്തെ 1-2 ഫിലിം പ്രൊമോഷൻ വർക്കുകൾക്ക് പോയി. പിന്നെ വേറെ ടീമിന് വേണ്ടിയിട്ട് എടുക്കാൻ പോയി തുടങ്ങി. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ കണക്ട് ചെയ്ത് വേറെ ടീമുകൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി തുടങ്ങി. അങ്ങനെ പോയി അങ്ങനെ ഒരു ദിവസം ലാലേട്ടൻ്റെ ഫിലിം പ്രൊമോഷൻ വന്നു, ചെയ്യാൻ പറ്റി. ആ ഫസ്റ്റ് ഡേ തന്നെ ലാലേട്ടൻ നമ്മളെ കാണുകയും നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തായിരുന്നു. അതൊക്കെ ഭയങ്കര ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്ത മൊമെൻറ്റാണ്. അനു നേരത്തെ പറഞ്ഞല്ലോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ ഫിലിം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നു, ലേഡി ബൗൺസറായിട്ടും സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ആ അവസരം എങ്ങനെയാണ് കിട്ടിയത്? ഏതൊക്കെ സിനിമയിലാണ് അഭിനയിച്ചത്? സിനിമയിലേക്കുള്ള അവസരം കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം നമ്മുടെ ഒറ്റ ലൈഫല്ലേ ഉള്ളൂ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അങ്ങനെ ഇരുന്നപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഉമേഷ്, അദ്ദേഹം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അദ്ദേഹം ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന് പറയുന്ന വിൻഷിയുടെ ആ ഒരു മൂവിയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരക്ടറിന് ഒന്ന് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് എന്നെ വിളിച്ചിരുന്നു.
അത് ഭയങ്കര ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ്, ഒന്ന് ചെയ്തു നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ ചെന്നു, ഞാൻ വോയിസ് കൊടുത്തു. ഒരു ചെറിയ ക്യാരക്ടറാണ്, വോയിസ് കൊടുത്തു. അന്ന് അവിടെ കണ്ട് കുറേ ആളുകളുമായിട്ട് സംസാരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയുടെ ആഗ്രഹം ഞാൻ അവനോട് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, ഉമേഷിൻ്റെ തന്നെ കെയർ ഓഫിൽ ഒഡീഷൻ വന്ന സമയത്ത് ഞാൻ പോവുകയും വിശേഷം എന്ന് പറയുന്ന മൂവിയിൽ ഒരു ക്യാരക്ടർ കിട്ടുകയും ചെയ്തു. അത് ചെറിയ ക്യാരക്ടറാണെങ്കിലും ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്തൊരു ഇതാണ്. കാരണം നല്ലൊരു മൂവിയാണത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ടായി. ആ മൂവി കഴിഞ്ഞതിന് ശേഷം രാജേഷ് മാധവിൻ്റെ ഒപ്പം ഒരു മൂവി ചെയ്തു, പൂരാടം പൂരുട്ടാതി എന്ന് പറയുന്നത്. ഷൂട്ട് കഴിഞ്ഞു, റിലീസായിട്ടില്ല, അത് വെയിറ്റിങ്ങിലാണ്. ഈ 2 മൂവിയാണ് ചെയ്തിട്ട് നിൽക്കുന്നത്. പലതരത്തിലുള്ള ഇപ്പം നമ്മൾ ഓരോരുത്തരെ ആണെങ്കിലും പലതരത്തിലുള്ള വെല്ലുവിളികൾ അതിജീവിച്ചായിരിക്കും നമ്മൾ ഓരോ മേഖലയിൽ കടന്നു വരുന്നത്. അപ്പം അനുവിനെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ നേരിട്ടുള്ളതും അല്ലെങ്കിൽ എന്താ പറയുക ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ. ആ സ്റ്റേജിനെയൊക്കെ എങ്ങനെയാണ് മറികടന്നത്? ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റേജ് തന്നെയാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. കൂടുതലും കൊറോണയാണ് എനിക്ക് കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കിയത്. അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരുന്നതാണ്. കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നപ്പോൾ ഒരു രീതിയിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് ക്യാമറ കൊടുക്കേണ്ടി വന്നത്. അത് കൊടുത്ത് രണ്ടാമത് കൊറോണയൊക്കെ കഴിഞ്ഞ് ഈ വർക്ക് റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒത്തിരി വർക്കുകൾ, നമ്മൾ നേരത്തെ ചെയ്തിരുന്ന വർക്കുകൾ നമ്മളെ വിളിക്കാൻ തുടങ്ങി. ഒരിടത്തും പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. നമുക്ക് ഈ പറയുന്ന പോലെ റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ ശരിക്കും പെട്ടു. അപ്പോൾ ഈ ബൗൺസർ ജോബും ഇതും കൂടിയാണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ കാര്യങ്ങളും, ഫിലിം സിംഗിൾ പാരൻ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യങ്ങളും ഇപ്പോൾ താമസിക്കുന്ന വീടും അങ്ങനെ ഒത്തിരി, ഞാൻ പറഞ്ഞല്ലോ പല തരത്തിലുള്ള ജോബുകൾ നമ്മൾ ചെയ്താണ് ലൈഫ് കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നത്. ഈ പബ്ബിലൊക്കെ ആണെങ്കിലും ജോലി ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു കുഴപ്പം പിടിച്ചൊരു സ്ഥലമല്ലേ. അപ്പം അവിടെയൊക്കെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? നമ്മളും ലൈഫിൽ കുഴപ്പം പിടിച്ച പല കാര്യങ്ങളും, എന്താ പറയുക, പല കാര്യങ്ങളും നമ്മൾ സോൾവ് ചെയ്ത് പോകുന്ന വ്യക്തികളല്ലേ. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുഴപ്പം പിടിച്ച ജോലിയാണെങ്കിലും അത് ചെയ്യാം എന്നുള്ളൊരു മൈൻഡായിരുന്നു. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എന്താ പറയുക, ആരെയും കൈ നീട്ടാതെ നല്ല രീതിയിലുള്ളൊരു ജോബ്, അത്ര ഞാൻ ഉദ്ദേശിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ബൗൺസർ ജോബ് ഒരു മോശം ജോബായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അത് ഇഷ്യൂസിനെ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ, എൻ്റെ എന്നല്ല ആരുടെ ലൈഫിലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മൈൻഡ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജോലി ചെയ്യുമ്പോൾ തന്നെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. പലരും വിമർശിക്കാറുണ്ട്. അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. നിങ്ങളെപ്പോലുള്ള ആളുകളെ ഇപ്പം എന്താ ഗുണ്ടയെന്ന് പോലും വിളിക്കുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് അത് പ്രതികരിക്കുന്നത്? അവരോട് എന്താ പറയുക, അവരോട് പ്രത്യേകിച്ച് പ്രതികരണമൊന്നും കൊടുക്കാറില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമ്മൾക്ക് വേണ്ടത് മാത്രമേ നമ്മളതിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ. ബാക്കി എന്തും കേൾക്കുക, അതവിടെ വെച്ച് തന്നെ കളയുക. അല്ലാതെ അത് മൈൻഡിൽ എടുത്തുകൊണ്ട് കിടക്കുന്ന ഒരു ക്യാരക്ടറല്ല. പിന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്. അതവിടെ പറഞ്ഞോളൂ, ഞാൻ എൻ്റെ വഴിക്ക് പോകും. അല്ലാതെ ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഓപ്പണായിട്ട് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. ഇപ്പോൾ ആരും നമുക്ക് വേണ്ടിയിട്ട് ആരും എഫേർട്ട് ഇട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിനും എന്താണെന്ന് വെച്ചാൽ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ പുറകെ പോയി നമ്മുടെ മനസ്സ് വിഷമിച്ചു പോയാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകില്ല. അപ്പം നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക. നമ്മൾ ഇടുന്ന എഫേർട്ടിന് എന്തെങ്കിലും ഒരു ദിവസം നമുക്കതിനുള്ള റിസൾട്ട് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ആകെയുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറമേ ഒത്തിരി ആളുകളെ കാണുന്നുണ്ട്, പല കാര്യത്തിനും ബുദ്ധിമുട്ടി ഒന്നിനും പറ്റാത്ത ആൾക്കാർ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആരോഗ്യമുണ്ട്, എന്തും ചെയ്ത് മുമ്പോട്ട് പോകാനുള്ളൊരു മനസ്സുണ്ട്. അതൊക്കെ തന്നെ ദൈവഭാഗ്യമല്ലേ. ഞാൻ അത്രേ ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ പണിയെടുത്ത് ജീവിക്കാൻ പറ്റുന്ന അത്രയും കാലം നന്നായിട്ട് പണിയെടുത്ത് ജീവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ ഒരു സിംഗിൾ പാരൻ്റ് ആണെന്ന് പറഞ്ഞു, അപ്പം അതിൻ്റേതായ സ്ട്രഗിൾ എന്തായാലും ലൈഫിലുണ്ടാവും. കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അവരുടെ ബാക്കി എല്ലാ ചിലവുകളുണ്ട്, അങ്ങനെ വീടിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം മീറ്റ് ചെയ്തിട്ട് അതും മാത്രമല്ല ഇങ്ങനെയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജോലിയും ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കുമല്ലോ. എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത്? അതൊക്കെ ഒരു ഒഴുക്കിൽ പോവുക. കാരണം നമ്മൾ, എൻ്റെ ഒരു തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഒരു ഒഴുക്കുള്ള വെള്ളത്തിൽ നമ്മൾ വീഴുവാണെങ്കിൽ നമുക്ക് നീന്തൽ അറിയില്ലെങ്കിലും മാക്സിമം നമ്മൾ ചാവാതിരിക്കാൻ നോക്കില്ലേ, അതേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞു. അനുവിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ കൂടെ നിന്നിട്ടുള്ള ആളാരാണ്? എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ അമ്മയുടെ അച്ഛനാണ്. ആളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷേ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ആഗ്രഹമുള്ളതും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി കാണണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തി അദ്ദേഹം ഏറ്റവും കൂടുതൽ. പിന്നെ എന്നെ ഇപ്പോൾ ലൈഫിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ 2 പിള്ളേർ തന്നെയാണ്. കാരണം അവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർ തന്നെയാണ് വീട്ടിൽ. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ ഈ പറയുന്ന പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. അതല്ല അവരുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എടുക്കുന്ന എഫേർട്ടിൽ ഒരു പകുതി ഭാഗം എൻ്റെ മക്കൾ എനിക്ക് തരുന്ന സപ്പോർട്ട് തന്നെയാണ് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുന്നത്. ഇപ്പം ആ ജോലിയിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വലിയൊരു ജനക്കൂട്ടത്തെ നമ്മൾ കുറച്ച് പേര് ഒറ്റയ്ക്ക് നിന്നിട്ട് ഹാൻഡിൽ ചെയ്യുവാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് മൊത്തം എല്ലാവരെയും ഒന്ന് പിടിച്ച് ഹാൻഡിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? ആരോടൊപ്പം ദേഷ്യപ്പെടാൻ പറ്റത്തില്ലല്ലോ, എല്ലാവരെയും ഒന്ന് നയത്തിലല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് അത് ശരിയാക്കി എടുക്കുക? അതിപ്പോൾ നല്ലൊരു ക്രൗഡാണെങ്കിൽ മാക്സിമം നമ്മൾ ക്രൗഡിനെ മാനേജ് ചെയ്യാൻ നോക്കും. പിന്നെ അത്രയും കൂടുതൽ ഇതുള്ള ക്രൗഡാണെന്നുണ്ടെങ്കിൽ ഒരു 1000-ന് മുകളിൽ അല്ലെങ്കിൽ 10,000-2000-ന് മുകളിൽ ആൾക്കാരുണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ പരിധിയിലുള്ള സ്റ്റേഷനിലുള്ള പോലീസുകാരുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അവരുടെ ഭാഗത്തുനിന്നും സപ്പോർട്ട് കിട്ടാറുണ്ട്. വലിയ ക്രൗഡൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും സാങ്ഷൻ എടുത്തിട്ട് വേണമല്ലോ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ചെയ്യാൻ. തീർച്ചയായിട്ടും അപ്പോൾ പോലീസുകാരുടെ സപ്പോർട്ടും ഉണ്ടാവും. നമ്മളെ കൊണ്ട് ഒരു രീതിയിലും പറ്റില്ലാത്ത സിറ്റുവേഷൻ വരുമ്പോൾ അവർ തന്നെ നമ്മുടെ കൂടെ നമ്മുടെ സപ്പോർട്ടായിട്ട് വരും. അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഇവൻറ്റിൽ വെച്ചിട്ട്? അത് ലുലു മാളിൽ വെച്ചിട്ടുള്ള ഒരു ഇവൻറ്റ്, ഞാൻ ഇവൻ്റ് ഏതാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഒരു ഇത് വന്നപ്പോൾ അന്ന് ഒരു ഫിലിമിൻ്റെ തന്നെ ആയിരുന്നു. അങ്ങനത്തെ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് വന്നു. പക്ഷെ നമുക്ക് വേറെ പോലീസുകാർ വന്നു കഴിയുമ്പോൾ നമ്മൾ നിൽക്കുന്ന പോലെയല്ലല്ലോ, പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം സോൾവ് ആയി. ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗം കൂടിയാണ് അനു. 2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ വലിയ തർക്കങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ലഹരി ഉപയോഗവും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ചർച്ചയിലുണ്ട്. അനുവിന് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? അങ്ങനെ ഒരു ഇപ്പോൾ ലഹരിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഇൻഡസ്ട്രി എന്ന് തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എവിടെ നോക്കിയാലും ഇതുണ്ട്. ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം. പിന്നെ അത് തുടച്ചു മാറ്റാൻ അതിനുള്ള ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മളത് ഉപയോഗിക്കാതിരിക്കുക, നമ്മളത് റിജക്റ്റ് ചെയ്യുക, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി മറ്റുള്ളവർ ചെയ്യുന്നതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളതിൽ അഡിക്റ്റ് ആവാതിരിക്കുക, അത്രയേ ഉള്ളൂ. ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. താങ്കളുടെ സ്വന്തം അഭിപ്രായത്തിൽ ഒന്നും ചോദിക്കണേ, താങ്കളുടെ സ്വന്തം അഭിപ്രായത്തിൽ സിനിമയിൽ ഇത്തരത്തിലുള്ള സംഗതികൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്നവർക്ക് ഇത്ര മോശം ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള തോന്നലുകൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ആകെ കൂടി 2 പടത്തിലേ ചെയ്തിട്ടുള്ളൂ. ഈ 2 പടത്തിലും എനിക്ക് ഈ പറയുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു കംഫർട്ടായിട്ടുള്ള ഒരു ക്രൂ തന്നെയായിരുന്നു. പിന്നെ അറിയാത്ത കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലായിടത്തും ഉണ്ട് ഈ പറയുന്ന പോലെ ഈ പറയുന്ന മരുന്നുകൾ യൂസ് ചെയ്യുന്നത്. അത് എവിടെ എങ്ങനെയെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. ഇപ്പം എന്താ പറയുക, അത് യൂസ് ചെയ്യാതിരിക്കണമെങ്കിൽ അവർ തന്നെ ചിന്തിക്കണം. നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യാതെ നമ്മൾ റിജക്റ്റ് ചെയ്യുക എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താണ് അടുത്ത്? ഇപ്പം ഫോട്ടോഗ്രാഫറായിരുന്നു, ബൗൺസറായി, അത് കഴിഞ്ഞ് സിനിമയിൽ വന്നു, അഭിനേത്രിയായി. ഇനി അടുത്ത അനുവിൻ്റെ
അടുത്ത മേഖല എന്തായിരിക്കും? അങ്ങനെയില്ല, സിനിമയിൽ അത്യാവശ്യം നല്ല ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നല്ലപോലെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ മാറി ഒരു ക്യാമറ രണ്ടാമതെടുത്ത് അത് റീസ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ അധികം കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഒന്നും സെറ്റിലായിട്ടില്ല. അപ്പം ഫിലിം കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിപ്പോൾ രണ്ടാമത്തെ മൂവി ഇറങ്ങിക്കഴിയുമ്പോൾ ബാക്കി. അപ്പോൾ ഫോട്ടോഗ്രാഫറായി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹമുണ്ട്. കാരണം അതൊരു പാഷനേറ്റീവായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ബൗൺസർ വർക്കിന് വന്നപ്പോൾ ഒത്തിരി ലേഡീസ് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട് അവർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. ഇപ്പോൾ അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് മന്ത് ഞാനൊരു വർക്ക് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട്. അല്ലല്ല, നമ്മുടെ സുഹൃത്തിൻ്റെ തന്നെ വർക്കാണ് അത്. ഇവിടെയല്ല, ചെന്നൈയിലാണ്. ഈ താല്പര്യം പ്രകടിപ്പിച്ച ലേഡീസിനെ നമ്മൾ കണക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ഒരു വർക്ക് ഞങ്ങൾ ചെയ്യാൻ പോകുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഇതിന് ട്രെയിനിങ് കൊടുക്കുന്നത്? ഇതിനുള്ള പരിശീലനങ്ങളും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരില്ലേ? ഇതിപ്പോൾ ഓൾറെഡി ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന ലേഡീസ് എല്ലാം തന്നെ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ളവരാണ്. ബാക്കിയുള്ള കാര്യം നമ്മൾ ഒരു ഇവൻറ്റിന് ചെന്ന് കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യണമെന്നും അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം അത്രയൊക്കെ ഉള്ളൂ. വേറെ കൂടുതൽ നോക്കാനില്ല. കാരണം മെയിൻലി നമ്മളുടെ കൂടെ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ ഒരു സെലിബ്രിറ്റി വരുമ്പോൾ അവരെ ആ പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്നവരും സേഫായിട്ട് കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതിനും നമ്മൾ ഏതൊക്കെ രീതിയിൽ എഫേർട്ട് ഇടാൻ പറ്റുമോ അതെല്ലാം ആ സമയത്തിന് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോയാലും ഒരു ക്രൗഡിൻ്റെ മുമ്പിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതായിരിക്കില്ല അവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും അതനുസരിച്ച് അവർക്ക് ഇഷ്യൂ ഇല്ലാത്ത രീതിയിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. അനുവിൻ്റെ ഫാമിലിയൊക്കെ എങ്ങനെയാണ്, എവിടെയാണ് താമസിക്കുന്നതൊക്കെ? ഞാൻ കാഞ്ഞിരമറ്റം ആമ്പല്ലൂരാണ് താമസിക്കുന്നത്, എറണാകുളത്ത് തന്നെ. പിന്നെ എൻ്റെ ഫാമിലിയിൽ ഞാനൊരു സിംഗിൾ പാരൻ്റാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. മോള് +2 പഠിക്കുന്നു, മോൻ 7th, മോള് ശിവാനി, മോൻ ശ്രീഹരി. ഒരു ലേഡി ബൗൺസർ എന്ന നിലയിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അനു. അനുവിൻ്റെ ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളിലേക്ക് അനു കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാമറ വാങ്ങിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. രണ്ടാമത് ഒരു ഫോട്ടോഗ്രാഫറായി ഇതൊക്കെ തൂക്കി ഫോട്ടോഗ്രാഫറായിട്ട് പോകണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്തായാലും അതെല്ലാം സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓൾ ദി ബെസ്റ്റ്.